ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാക്കിരി ആൻഡ് ഫാമിലി. കാക്കിരി ആൻഡ് ഫാമിലിയുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള പൊന്മുടിയിലേക്കാണ്, ദ ഗോൾഡൻ പീക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഈ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു വിളിപ്പേര് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീർ ഓഫ് കേരള, അതായത് കേരളത്തിൻ്റെ കാശ്മീർ എന്നാണ് പൊന്മുടീനെ വിളിക്കുന്ന ഒരു ഇരട്ടപ്പേര്. ഈ പേര് വരാൻ കാരണം ഈ സ്ഥലത്തിൻ്റെ ഭംഗിയാണ്. അത്ര അധികം അടിപൊളി വ്യൂ ആണ് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക. ഈ പൊന്മുടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങാമല ഗ്രാമപഞ്ചായത്തിലാണ് ഈ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ഏകദേശം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 53 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. നമുക്ക് റോഡ് മാർഗം കാറിലായാലും ബൈക്കിലായാലും അത്യാവശ്യം വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലായാലും നമുക്ക് പൊന്മുടി ടൂറിസ്റ്റ് സ്പോട്ടിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ, വലിയ ടൂറിസ്റ്റ് ബസ്സുകളാകുമ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഹെയർ പിന്നുകളുണ്ട് എന്നതൊഴിച്ച് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല ബസ് കൊണ്ട് നമുക്ക് ഈ സ്പോട്ടിലോട്ട് എത്താനായിട്ട്. അതുപോലെ തന്നെ ട്രക്കിങ്ങിന് ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു പോപ്പുലർ സ്പോട്ട് കൂടിയാണ് പൊന്മുടി. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശത്തു നിന്നും വരുന്നവർക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊന്മുടിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ടിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന എയർപോർട്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഈ പൊന്മുടിയിലേക്ക് വരുന്ന വഴിക്ക് ഹെയർ പിന്നുകൾ ഉണ്ടെന്ന്. എത്ര ഹെയർ പിന്നുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 22 ഹെയർ പിന്നുകളാണ് പൊന്മുടിയിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ കടന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെ ബൈക്ക് റൈഡേഴ്സിനും അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇവിടേക്കുള്ള ഡ്രൈവിങ് ഒരു അടിപൊളി അനുഭവമായിരിക്കും. നമ്മൾ വയനാടിനൊക്കെ പോകുമ്പോൾ ഉള്ള റോഡിലെ ഒരു ഫീല് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് ഈ ഹെയർ പിന്നുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുക. അങ്ങനെ പൊന്മുടിയിലേക്കുള്ള വഴിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പൊന്മുടിയിൽ എത്തി. ഇനി നമുക്ക് പൊന്മുടിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഇതിനു മുമ്പും പൊന്മുടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മുൻപൊക്കെ പൊന്മുടിയിൽ വന്നപ്പോൾ ഉണ്ടായ തിരക്കിനെക്കാട്ടിയും കൂടുതൽ തിരക്കാണ് ഈ തവണ വന്നു കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടത്. ഈ തവണ ഒരുപാട് ആളുകൾ പൊന്മുടി കാണാനായിട്ട് എത്തിയിരുന്നു. കാറിലും ബൈക്കിലും ബസ്സുകളിലൊക്കെ ആയിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ പൊന്മുടിയിലേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പൊന്മുടിയുടെ ഭംഗി ആസ്വദിക്കാം. പൊന്മുടിയിൽ അത്യാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ കുന്നുകളും പുൽമേടുകളൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ നമുക്ക് കാണാനുള്ളത്. നമുക്ക് ഇനി ഓരോ കുന്നുകളിൽ കയറി നമുക്ക് പൊന്മുടിയുടെ ഭംഗി ആസ്വദിക്കാം. ഞങ്ങൾ മുൻപ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് പൊന്മുടി കാണാനായിട്ട് വന്നത്. പക്ഷേ ഈ തവണ വന്നു കഴിഞ്ഞപ്പോൾ വെയിലൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം മേഘങ്ങളും കോടമഞ്ഞൊക്കെ നിറഞ്ഞുള്ളൊരു ഫീലും നല്ല കാറ്റുള്ളൊരു അടിപൊളി ക്ലൈമറ്റിലാണ് ഈ തവണ നമ്മൾ പൊന്മുടി കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഈ തവണ പൊന്മുടി കാണാനായിട്ട് നമ്മളുടെ കൂടെ 2 പേരും കൂടിയുണ്ട്. കുടുംബശ്രീ ശാരദ സീരിയൽ താരം ശ്രീലക്ഷ്മി, അതായത് കാക്കിരിയുടെ കുഞ്ഞമ്മയും അതുപോലെ തന്നെ കാക്കിരിയുടെ അമ്മയും നമ്മളുടെ കൂടെ പൊന്മുടി കാണാനായിട്ട് ഈ തവണ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊന്മുടിയൊക്കെ ഒന്ന് നടന്ന് കാണാം. ഈ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏകദേശം 3600 അടി ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്നാൽ ഓവർ തണുപ്പുമല്ല ഓവർ ചൂടുമല്ല, ഒരു അടിപൊളി ക്ലൈമറ്റാണ്.
പൊന്മുടിയിലെ നോർമൽ ടെമ്പറേച്ചർ ഏകദേശം 18-25 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിട്ടായിരിക്കും. ഏകദേശം ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നല്ല കാറ്റും ആണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ വെയിലുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവിടെ ചൂട് അനുഭവപ്പെടില്ല. കാരണം എപ്പോഴും നല്ല കാറ്റായതുകൊണ്ട് നമുക്ക് പൊതുവെ ചൂട് അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ആ കാണുന്നത് ഇന്ത്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ISROയുടെ നിരീക്ഷണ കേന്ദ്രമാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് ISROയുടെ നിരീക്ഷണ കേന്ദ്രവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, നല്ല സേഫായിട്ട് ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് പൊന്മുടി. നമുക്ക് കുറച്ച് ഹെയർ പിന്നുകളൊക്കെ ഉള്ളൂ, വേറെ റിസ്കുകളൊന്നും ഈ വരുന്ന വഴിയിൽ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഈ സ്പോട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ സീനില്ല. അതുപോലെ തന്നെ വീൽ ചെയർ ആക്സസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊന്മുടിയിലേക്ക് വരുന്നതിന് വീൽ ചെയർ ആക്സസിബിലിറ്റി അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ കുന്നുകളുടെ മുകളിലോട്ടൊക്കെ അങ്ങനെ ഏറ്റവും ടോപ്പിലോട്ടൊന്നും നമുക്ക് ചിലപ്പോൾ വീൽ ചെയറിലുള്ളവരെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പോട്ടൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാക്കരിയുടെ കുഞ്ഞമ്മ ശ്രീലക്ഷ്മി പറഞ്ഞ് ഇവിടെ ഏറ്റവും ഉയരമുള്ള കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ ആക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുന്നിൻ്റെ ടോപ്പിലേക്ക് കയറുകയാണ്. നമുക്ക് എന്തായാലും പോകുന്ന വഴികൾ അവിടെയുള്ള വിഷ്വൽസും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ മുകളിലോട്ട് കയറും തോറും കാറ്റും അതുപോലെ തന്നെ തണുപ്പും കൂടിക്കൂടി വന്നു. പക്ഷേ ഞങ്ങൾ കയറി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണുന്ന വിഷ്വൽസ് അടിപൊളിയായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് കയറി പോകാനായിട്ട് ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ ഞങ്ങൾ നിന്നില്ല, വീണ്ടും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്തോറും കോടമഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ആയിരുന്നു. നമ്മൾ ഈ സിനിമകളിൽ സോങ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ കുന്നിലും പുൽമേട്ടിലൊക്കെ ഇങ്ങനെ ഓരോ വിഷ്വൽസ് കാണുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും, ഇതുപോലുള്ള സ്ഥലത്ത് നമുക്കും പോകാനായിട്ട് പലർക്കും ഒരാഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു. കാരണം നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കണ്ടേക്കണ ഒരു സ്പോട്ടിൽ ചെന്നൊരു ഫീലായിരുന്നു. ഈ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ കാറ്റത്ത്, തണുത്ത കാറ്റത്ത് മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ വൈബായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പൊന്മുടിയിൽ വന്ന് ഈ ഫീല് ഒന്നറിയണം എന്ന് പറയണം. മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വരണം. ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ കയറാനായിട്ട് ഒരുപാട് ഫാമിലീസും ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ വരുമ്പോൾ പലപ്പോഴും തിരക്ക് കുറവാണെങ്കിലും ഈ തവണ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കണക്കിന് കുന്നിൻ്റെ മുകളിലെത്തി. പക്ഷേ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞ് ഇവിടെ കണ്ട വിഷ്വൽസ് കണ്ടപ്പോൾ നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മറന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണാറില്ലേ, ഏകദേശം അതുപോലൊരു അടിപൊളി വിഷ്വൽസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഈ മേഘങ്ങൾ തൊട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ മേഘങ്ങളെ തൊട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ. ഈ കോടമഞ്ഞ് കാറ്റത്ത് കയറി വരുന്നത് ഇതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയുന്നവർ ഒരു തവണയെങ്കിലും പൊന്മുടിയിൽ വന്ന് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടും അറിയണമെന്ന്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1-2 പേരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ പൊന്മുടിയുടെ
ഏകദേശം അടുത്ത് താമസിക്കുന്നവരാണ്. അവർ സൈക്കിൾ ചവിട്ടിയാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നത് ഒരു അടിപൊളി മൂടാണെന്നാണ് അവരും പറഞ്ഞത്. ഇവിടെ അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ പലപ്പോഴും വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ടായിട്ടാണ് ഈ പൊന്മുടീനെ അവർ നമ്മളെ അടുത്ത് പറഞ്ഞത്. ഞാനും രണ്ടാമത്തെ തവണയാണ് പൊന്മുടിയിൽ വരുന്നത്. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഭംഗിയായിരുന്നു ഈ തവണ വന്നപ്പോൾ എന്ന് തോന്നിപ്പോയി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ സ്ഥലത്തിന് ഒരു വിളിപ്പേര് കൂടിയുണ്ട്, കാശ്മീർ ഓഫ് കേരള, കേരളത്തിൻ്റെ കാശ്മീർ എന്ന്. ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുമ്പോൾ ആ പേര് എന്തായാലും ഈ സ്ഥലത്തിന് സ്യൂട്ടബിൾ ആണെന്ന് ഒരു സംശയം കൂടാണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആ ഹിൽ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അടുത്ത 1-2 ചെറിയ കുന്നുകളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കുന്നുകളിലും കൂടിയും ഒന്ന് കയറി നോക്കാം. ഇവിടേക്ക് ട്രിപ്പ് വരുന്നവർ ഒരു കാരണവശാലും തിരക്ക് പിടിച്ച് പെട്ടെന്ന് വന്ന് കണ്ട് പോകണം എന്നുള്ളൊരു മൈൻഡിൽ വരരുത്. പരമാവധി കാലത്ത് തന്നെ വരിക. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ കുന്നുകളിലും കയറി ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ മുഴുവനായിട്ടും കണ്ട് പതിയെ ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. നമ്മൾ തിരക്ക് പിടിച്ച് വേഗം വന്ന് കണ്ടിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലം പൂർണ്ണമായിട്ടും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ലീവൊക്കെ എടുത്താണ് വരുന്നതെങ്കിൽ ഒരു ഫുൾ ഡേ ലീവ് എടുത്ത് സമയമെടുത്ത് കാലത്തെ തന്നെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് സമയമെടുത്ത് ഇവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ഈ സ്ഥലം കണ്ട് ആസ്വദിച്ച് പോവുക. അങ്ങനെ നമ്മൾ അടുത്ത കുന്നിലേക്ക് കയറിയാണ്. അവിടെ അത്യാവശ്യം പാറക്കെട്ടുകളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ കാക്കിരിയുടെ കുഞ്ഞമ്മ ആദ്യം തന്നെ അവിടേക്ക് ഓടിക്കയറിയാണ്. ഞാൻ കഴിഞ്ഞ കുന്ന് കയറിയതിൻ്റെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് നമ്മൾ പതിയെയാണ് കയറുന്നത്. എന്തായാലും നമുക്ക് ഈ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അപ്പുറത്തുള്ള വിഷ്വൽസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കയറി ഈ കുന്നിൻ്റെ ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴും അപ്പുറത്ത് നല്ല അസാധ്യമായിട്ടുള്ള അടിപൊളി വിഷ്വൽസ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈഫിലൊരു നഷ്ടമായിട്ട് തോന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഞങ്ങൾ പൊന്മുടി കാണാനായിട്ട് വന്നത്. അന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് നടന്ന് കാണാനായിട്ടുള്ള ഒരു സെറ്റപ്പ് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തവണ നമ്മൾ ഇവിടേക്ക് മാത്രമായിട്ടൊരു ഡേ വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മുഴുവനായിട്ടും കണ്ട് ആസ്വദിക്കാനുള്ളൊരു സമയം കിട്ടി. എന്തായാലും ഈ വരവ് ഒരിക്കലും മറക്കില്ല. അത്ര അധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ തവണ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് വന്ന് പോകാനുള്ള മൈൻഡിൽ വരരുത്. വരുമ്പോൾ അത്യാവശ്യം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിൽ ഇവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് ചെറിയൊരു റോഡ് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെയും കുറച്ച് വിഷ്വൽസ് കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ വഴിയുടെ അറ്റത്തെത്തി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരത്തെയൊക്കെ കുന്നിൻ്റെ മുകളിലോട്ടായിരുന്നു കയറിയത്. ഇത് അവിടെ നിന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങാനായിരുന്നു. എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങി അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെയും ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വിഷ്വൽസാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കാക്കിരി തീരെ ചെറുതാണ്. എന്തായാലും കാക്കിരി കുറച്ചും കൂടി വളർന്ന് കുറച്ചും കൂടി അറിവൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായാലും കാക്കിരിനെ വീണ്ടും ഈ സ്ഥലം കൊണ്ടുവന്ന് എന്തായാലും കാട്ടിക്കൊടുക്കണം.
ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് പറ്റിയൊരു അടിപൊളി സ്പോട്ട് കൂടിയാണ് ഈ പൊന്മുടി. കാരണം ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നടന്ന് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ നടത്താനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.